പേരെന്താ? എന്റെ പേര് സരുൺ നായർ എന്നാണ്. ഇവിടെ വീട് എവിടെ? ഞാൻ വെഞ്ഞാറമൂട്. സരുണ് ഈ ലഹരിക്കൊക്കെ കുറച്ച് കാലം അടിമയായി നടന്നത്, ഇപ്പൊ അതിനൊക്കെ പൂർണ്ണമായി മോചിതനായി. എങ്ങനെയായിരുന്നു പെട്ടെന്ന് പറഞ്ഞാൽ? ഞാൻ മദ്യപാനമായിരുന്നു. എന്തൊക്കെയായിരുന്നു സാറിന് കഴിക്കുക? മദ്യം മാത്രമേ കഴിക്കുള്ളൂ. ഇല്ല ഇല്ല ഇല്ല, സഹാ മദ്യം മാത്രമേ കഴിക്കുള്ളായിരുന്നു. അത് കുടിക്കുമ്പോൾ നല്ല ഷാപ്പ് കണക്കിന് കുടിക്കുവോ? അത്യാവശ്യം കുഴപ്പമില്ല. എല്ലാ ദിവസവും അടിച്ചു പൂക്കുറ്റിയെ പിടിച്ചല്ലോ? ഇല്ല, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തുടങ്ങി ഒരു 4-5. എത്ര വയസ്സിൽ തുടങ്ങി? ഒരു +2 പഠനകാലം വെച്ചേ തുടങ്ങി. നമ്മൾ തുടങ്ങുമ്പോൾ നേരത്തെ തുടങ്ങണമല്ലോ അല്ലേ? പക്ഷെ പിന്നീട് ഒരു തെറ്റാണെന്നുള്ള ധാരണ മനസ്സിലാവുകയും പിന്നീട് തൃശ്ശൂർ ജില്ലയിലെ പുനർജനി എന്ന് പറഞ്ഞൊരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്, ജോൺസൺ മാഷിന്റെ. അപ്പം സാറാണ്. അപ്പം സാറിന്റെ പിന്തുണയുടെ ഭാഗമായിട്ട് പിന്നീട് ഒരു ആന്റി ഡ്രഗ് സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് മാറുകയും ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ 5400ഓളം പേരെ ലഹരി വിമുക്ത പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴും ഒരു നല്ല പാതയിലാണ്. വളരെ സന്തോഷം. എന്തായാലും പൂർണ്ണമായിട്ട് എസ്കേപ്പ് ചെയ്തല്ലോ. ഇനി ആ ജീവിതത്തിലേക്ക് മടങ്ങില്ലല്ലോ? ഇല്ല, ഇപ്പോഴും തീർച്ചയായിട്ടും അതല്ല, നമ്മുടെ കുട്ടികളെ ഫോക്കസ് ചെയ്യണം എനിക്ക് കേട്ടോ. കാര്യം കുട്ടികളെ പിടിക്കാനാണ് ഈ ഭീകരമായി നടക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ കാര്യം സ്കൂൾ വരാന്തയിലൊക്കെ ചുറ്റിക്കിറങ്ങുന്നു വരണം. എന്തിനാ അവിടെ നിൽക്കുന്നത് നമ്മൾ ചോദിക്കാൻ നമുക്ക് ധൈര്യം വരണം. ധൈര്യമുണ്ട്. അതിനനുസരിച്ചുള്ള ഭീഷണികളും പഞ്ചായത്ത് ഒരുത്തിനും കാണരുത്. ഇവരെ എല്ലാം കയറ്റി നമുക്കങ്ങ് കന്യാകുമാരിക്ക് അപ്പുറം കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളയണം. താങ്ക് യു. അല്ലേ, പാറമട പാറ ഒട്ടിക്കാൻ പറ്റുന്ന ആക്കി പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ബ്രേക്കിന്റെ സമയം. നമുക്ക് ഈ വണ്ടിയിലൊന്ന് കയറി നോക്കാം. ക്യാമറ വണ്ടിയിലൊന്ന് കയറി നോക്കേ. ഓക്കെ ഓക്കെ. നമുക്ക് നമ്മള് വണ്ടി എങ്ങോട്ടാ പോന്നേ? വാരിപ്പള്ളി. അപ്പൊ നിങ്ങള് എവിടെ യാത്ര? എങ്ങോട്ടാ? നമ്മളൊരു പരിപാടിയായിട്ട് ഇറങ്ങിയതാ. ഈ മയക്കുമരുന്നൊക്കെ വിൽക്കുന്ന ആൾക്കാരെ ഒക്കെ പോലീസിലാക്കുക, ഇതൊക്കെ നമ്മുടെ പരിപാടി. മോളി ചിരിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞല്ലോ. എന്തോ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഒരഭിപ്രായം പറഞ്ഞു. ഞാൻ ചോദിച്ചു പോയില്ലേ ഒരു അഭിപ്രായം? എന്താ പേരെന്താ? വീടെവിടെയാ? പ്രതിഭയാണോ? തുളസിനി. തൊടുക്കുഴി. പേരെന്താ? ദീപ. ദീപം തെളിയിച്ചെന്ന് പറഞ്ഞു. നല്ല അതല്ലേ? ഓക്കെ. എന്തെങ്കിലും പറയുന്നുണ്ടോ ഇതിനെ കുറിച്ച്? നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? നീ പറയടാ കുട്ടാ. മയക്കുമരുന്നിനെതിരെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. യാത്രക്കാരൊക്കെ ഉണ്ടല്ലോ? ഉണ്ട്, ധാരാളം ഉണ്ട്. പ്രത്യേകിച്ച് മയക്കുമരുന്നിനെ കുറിച്ച് പറയാനെന്ന് വെച്ചാൽ ഈ കൊലപാതകം നടക്കുന്നതാണെന്ന് വെച്ചാൽ ഒന്ന് രാജഭരണം വരണം. അതാണ് കൊലയ്ക്ക് കൊല. സൗദി അറേബ്യയിലെ നിയമം അതാണ് പഠിക്കൂ. വണ്ടി ഡബിൾ ബെല്ല് കൊടുത്തോളൂ. ഓക്കെ. എന്താ പേര്? ഷനവാസ്. നമ്മൾ ഇനിയും കാണും. ഓക്കെ, റെഡി. ഷാനവാസ് പറയുന്നത് കൊലയ്ക്ക് കൊല, അതൊന്നും ഒരിക്കലും നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ പറ്റില്ല. ആഷ്മി, ഞാൻ ഞെട്ടിപ്പോയി. സമാധാനം ഉണ്ടെന്ന് വെച്ചാൽ ഒരു ബസ് കണ്ടക്ടറോട് ചോദിച്ചു. അങ്ങനെ കൊലയ്ക്ക് കൊലയാ വേണ്ടതെന്ന്. ഒരിക്കലും നമ്മളെ അപ്പൊ ഇനി ആഷ്മി നമുക്ക് മനോഹരമായിട്ട് ബ്രേക്കും കുറഞ്ഞല്ലോ. ഈ ബസ് പോവാ, ഡബിൾ ബെല്ല് കൊടുത്തു. ഓക്കെ.